ഹേ ഗൈസ്, നമസ്കാരം. നിങ്ങൾക്കറിയാം, നമ്മുടെ ലോകത്ത് ഏകദേശം 3000-ലധികം ബില്യണേഴ്സ് ഉണ്ട്. ബില്യണേഴ്സ് എന്ന് പറഞ്ഞാൽ 8300 കോടി രൂപയിലധികം ആസ്തിയുള്ള ഇൻഡിവിജ്വൽസ്. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ലോകത്തെ ഏറ്റവും ആദ്യത്തെ ബില്യണർ ആരാണെന്ന്? അദ്ദേഹം എങ്ങനെയാണ് ഇത്രയും ഒരു സമ്പത്ത് നമ്മുടെ ലോകത്തേക്ക് കൊണ്ടുവന്നത്? അദ്ദേഹം എങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്? അദ്ദേഹം എങ്ങനെയാണ് നമ്മുടെ ലോകത്തെ നോക്കി കണ്ടിരുന്നതെന്ന്? അദ്ദേഹത്തിന്റെ പേര് ജോൺ ഡേവിലർ റോക്ക്ഫെല്ലർ. ജോൺ ഡി റോക്ക്ഫെല്ലർ. നമ്മൾ അദ്ദേഹത്തെ വിളിക്കാൻ പോകുന്നത് റോക്ക്ഫെല്ലർ എന്നാണ്. ഇത് അദ്ദേഹത്തിന്റെ കഥയാണ്. അദ്ദേഹം ലോകം ഭരിച്ച കഥ, അദ്ദേഹം ലോകത്തെ നിയന്ത്രിച്ച കഥ. തന്റെ പിതാവ് വരുത്തിവെച്ച നാണക്കേടിൽ നിന്നും ജന്മനാ കിട്ടിയ ദാരിദ്ര്യത്തിൽ നിന്നും അദ്ദേഹം എങ്ങനെയാണ് ഇത്രയും വലിയൊരു സമ്പത്ത് കെട്ടിപ്പടുത്തത് എന്നുള്ള കഥ. ഇദ്ദേഹത്തിന്റെ ജീവിതകഥ ഒരു ഉദാഹരണമാണ്. അത്യാഗ്രഹവും അംബീഷനും അറഗൻസും അളവിൽ കൂടുതലായാൽ എങ്ങനെയാകും എന്നതിന്റെ ഉദാഹരണം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും കഴിയാത്ത നിരവധി കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പണം കൊടുത്ത് US ഗവൺമെന്റിനെ പോലും പോക്കറ്റിലാക്കി നടക്കുന്നതും US പ്രസിഡന്റിനെ പരസ്യമായി വെല്ലുവിളിക്കുന്നതും ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ. അദ്ദേഹം ബിസിനസിനെ കണ്ടിരുന്നത് ഈ യുദ്ധമായിട്ടാണ്. ജയിക്കാൻ വേണ്ടി മാത്രം പോരാടുന്ന യുദ്ധം. അദ്ദേഹത്തിന്റെ ജീവിതം ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ ആരംഭിച്ച് സമ്പത്തിന്റെയും അധികാരത്തിന്റെയും ഏറ്റവും ഉന്നതിയിലാണ് അവസാനിച്ചത്. ലോകത്തന്നെ ഭരിച്ച ഒരു റോബിൻ ഹുഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതാണ് ജോൺ ഡി റോക്ക്ഫെല്ലർ. എന്നാൽ അദ്ദേഹം ഒരു ഹീറോയാണോ? അല്ല, അദ്ദേഹം ഒരു വില്ലനാണ്. ജോൺ ഡി റോക്ക്ഫെല്ലർ എന്ന ആന്റി ഹീറോ. അദ്ദേഹത്തിന്റെ കഥയാണ് നമ്മളിവിടെ തുടങ്ങാൻ പോകുന്നത്. 1839 ഒരു കർഷക കുടുംബത്തിലാണ് നമ്മുടെ ജോൺ ഡി റോക്ക്ഫെല്ലർ ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് വില്യം റോക്ക്ഫെല്ലർ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് വില്യം റോക്ക്ഫെല്ലർ എന്നായിരുന്നെങ്കിലും അതിനെ അറിയപ്പെട്ടിരുന്നത് ഡെവിൽ ബിൽ എന്നൊരു പേരിലായിരുന്നു. നമുക്ക് ഡെവിൽ ബിൽ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു കൗതുകം തോന്നും. എന്താണ് ഡെവിൽ ബിൽ? അദ്ദേഹം ക്രൂരനായതുകൊണ്ടാണോ ഡെവിൽ എന്ന പേര് കൊടുത്തേക്കുന്നത്? അല്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നത് അദ്ദേഹത്തെ? ഇതിന്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ക്രൂരനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ക്രൂരനായിരുന്നു എന്നാണ് അതിന്റെ ഉത്തരം. അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം ജോൺ ഡി റോക്ക്ഫെല്ലറിനെ പോലെ ഒരു ധനികനായിരുന്നോ? അദ്ദേഹം എങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു പ്രൊഫഷൻ ഒന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം ഒരു സകല കലാവല്ലഭനായിരുന്നു. അദ്ദേഹം ഒരു ഹണ്ടറായിരുന്നു. അദ്ദേഹം ഒരു അനിമൽ ട്രെയിനറായിരുന്നു. അദ്ദേഹം ഒരു അത്ലറ്റായിരുന്നു. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. ഇദ്ദേഹം ഇതൊക്കെയാണെങ്കിലും എന്താണ് ഇദ്ദേഹത്തിന്റെ ശരിക്കുമുള്ള ഒരു പ്രൊഫഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആള് കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നാണ് അതിന്റെ ഉത്തരം. ഇതാണ് ജോൺ ഡി റോക്ക്ഫെല്ലറുടെ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ ഒരു മത്സരമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു മത്സരം, ഒരു ധനികരായിട്ടുള്ള കുറച്ച് ആൾക്കാരെ കൂടി നടത്തുന്ന ഒരു മത്സരം. ഈ മത്സരത്തിൽ നമ്മുടെ ഡെവിൽ ബില്ലും പങ്കെടുക്കുന്നുണ്ട്. ഇതിന്റെ സമ്മാനമായി കൊടുക്കുക ഒരു കരടിക്കുട്ടനെയാണ്, ഒരു വലിയൊരു കരടിക്കുട്ടൻ. ഇതിൽ ജയിക്കുന്നത് നമ്മുടെ ഡെവിൽ ബില്ലാണ്. അപ്പോൾ അദ്ദേഹത്തിന് സമ്മാനമായി ഒരു കരടിക്കുട്ടനെ കിട്ടി. എന്താണ് സാധാരണ ആൾക്കാർ കരടിക്കുട്ടനെ കിട്ടുമ്പോൾ ചെയ്യുക? സാധാരണ ആൾക്കാർ അത് വിറ്റ് പൈസയാകാനൊക്കെ നോക്കുക. പക്ഷെ ഡെവിൽ ബിൽ അവിടെയും യുണീക്കായിരുന്നു. ഈ കരടിക്കുട്ടനെ തന്റെ പെറ്റായി അദ്ദേഹം ട്രെയിൻ ചെയ്തു. ആ കരടിക്കുട്ടനെ വെച്ച് കുറച്ച് ട്രിക്കൊക്കെ ആൾക്കാരുടെ മുന്നിൽ കാണിച്ച് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ തന്നെ അദ്ദേഹം നോക്കിയത്. അദ്ദേഹം അത്ര വെറൈറ്റി ആയിരുന്നു. അദ്ദേഹം അത്ര യുണീക്കായ ഒരു മനുഷ്യനായിരുന്നു. ഇദ്ദേഹം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറായി മാറും. ഇതിന്റെ ശരിക്കുള്ള പേര് വില്യം റോക്ക്ഫെല്ലർ എന്നായിരുന്നിട്ട് കൂടി ചില സമയങ്ങളിൽ അദ്ദേഹം വില്യം ലിവിങ്സ്റ്റോൺ എന്ന് പേര് മാറ്റും. വില്യം ലിവിങ്സ്റ്റോൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഒരു ഡോക്ടറാണ്. ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റ്. അദ്ദേഹം സ്വന്തമായി തയ്യാറാക്കിയ മരുന്നുകള്, സ്വന്തമായി തയ്യാറാക്കിയ പോഷൻസ് ഒക്കെ അദ്ദേഹത്തിന് രോഗികൾക്കായിട്ട് കൊടുക്കും. പക്ഷെ ഈ മരുന്ന് കഴിച്ച ആൾക്കാർക്ക് ആർക്കും ഇതുവരെ ഒരു വ്യത്യാസം വന്നിട്ടില്ല. അവരുടെ ചൂട് കൂടും എന്നാൽ അവരുടെ ചൂട് ഇതുവരെ കുറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇതൊക്കെ ഒരു ഗിമിക്കിന് വേണ്ടി കാട്ടിക്കൂട്ടിയതായിരുന്നു. ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഇദ്ദേഹം ഒരു പെൺകുട്ടിയെ മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞ് അന്നത്തെ സമയത്ത് അത്യാവശ്യം വലിയ രീതിയിൽ ഒരു ന്യൂസൊക്കെ വന്നിരുന്നു. ഇങ്ങനെ ന്യൂസൊക്കെ വരുമ്പോൾ സാധാരണ ആയിട്ടുള്ള ഗൃഹനാഥൻ ചെയ്യുന്നത് തന്റെ കുടുംബത്തെ പറഞ്ഞ് മനസ്സിലാക്കാനും താൻ ചെയ്ത തെറ്റുകളൊന്നും അങ്ങനെ ഇല്ല, താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെയാണ് നോക്കുക. അവിടെയും നമ്മുടെ ഡെവിൽ ബിൽ ഒരു വ്യത്യസ്തനായിരുന്നു. ഇങ്ങനെ ഒരു ന്യൂസ് വന്ന സമയത്ത് തന്നെ അദ്ദേഹം തന്റെ പേര് ഒന്നും കൂടി മാറ്റി. അദ്ദേഹം പിന്നെ ഒരു ഡോക്ടറായി മാറി. അദ്ദേഹം ലിവിങ്സ്റ്റൺ ആയി. ലിവിങ്സ്റ്റൺ ആയതിനു ശേഷം പിന്നെയും വേറെ ഒരു യുവതിനെ പോയിട്ട് ആളെ കല്യാണം കഴിച്ചു. ഇതാണ് ഉണ്ടായത്. എന്നാൽ ഇവിടെയും ആൾ ഉറച്ചു നിന്നില്ല. ഇതിനുശേഷവും അദ്ദേഹം വേറെ വേറെ സ്റ്റേറ്റുകളിലേക്ക് പോയി കല്യാണം പിന്നെയും കഴിച്ചില്ലേ ഒന്നിനും ഒരു തെളിവില്ല. അദ്ദേഹത്തിന് ജോൺ ഡി റോക്ക്ഫെല്ലറുടെ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെയാണ് പെട്ടെന്ന് എന്റെ മനസ്സിൽ വരുന്നത്. ഇങ്ങനെയൊക്കെയാണ് ജോൺ ഡി റോക്ക്ഫെല്ലറുടെ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പെട്ടെന്നായിട്ട് ഓർമ്മ വരുന്നത്. ഇതിനൊക്കെ മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം ഒരു ഉത്തരവാദിത്തമില്ലാത്തൊരു ഗൃഹനാഥനായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ജോൺ ഡി റോക്ക്ഫെല്ലറുടെ തോളിലായിരുന്നു തന്റെ കുടുംബത്തിന്റെ ഭാരം മൊത്തം.
ജോണി റോക്ക്ഫെല്ലറും അദ്ദേഹത്തിന്റെ അമ്മയും കൂടിയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. എന്ന് വെച്ചാൽ ഒരു 10 വയസ്സായപ്പോഴേക്കും ഒരു കുടുംബത്തിന്റെ മൊത്തം ഭാരവും ചുമലിലേക്കേണ്ടി വന്നു നമ്മുടെ ജോൺ ഡി റോക്ക്ഫെല്ലറിന്. ഇദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ എന്ന് വെച്ചാൽ 10 വയസ്സായപ്പോൾ തന്നെ ഇദ്ദേഹം ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്തു തുടങ്ങി. ബിസിനസ് എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും അദ്ദേഹം പൈസ ഉണ്ടാക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതിലൊരു എക്സാമ്പിൾ പറയുമ്പോൾ അദ്ദേഹം ടർക്കി കോഴിനൊക്കെ പിന്തുടർന്നു പോയിട്ട് ടർക്കി കോഴിയുടെ മുട്ടകളൊക്കെ അദ്ദേഹം മോഷ്ടിക്കും. ആ മുട്ടകളൊക്കെ മോഷ്ടിച്ചതിന് ശേഷം അദ്ദേഹം അതൊക്കെ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കും. ആ മുട്ടകൾ ചിലതൊക്കെ ആള് വിരിയിപ്പിച്ച് ടർക്കി കോഴികൾ റേസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെയും ആ ടർക്കി കോഴിനെ കൊണ്ട് മുട്ടയിടിപ്പിക്കലും അങ്ങനെ ആ ഒരു പ്രോസസ്സ് അദ്ദേഹം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക് ചെറിയ ചെറിയ ലോണുകളും ചെറിയ ചെറിയ വായ്പകളും ഒക്കെ കൊടുത്ത് അദ്ദേഹം ചെറിയ രീതിയിൽ പൈസയൊക്കെ 10 വയസ്സിന് ശേഷം ആൾ സമ്പാദിക്കാൻ തുടങ്ങി. ഇതൊരു വലിയ പൈസയൊന്നല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ നോക്കാനുള്ള വരുമാനം അദ്ദേഹം ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ തന്റെ കുടുംബത്തെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നോക്കാനുള്ള പൈസ അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ജോൺ ഡി റോക്ക്ഫെല്ലറിന്റെ സ്കൂൾ കാലഘട്ടം അവസാനിച്ചു. അദ്ദേഹത്തിന് 16 വയസ്സായി. 16 വയസ്സായപ്പോൾ അദ്ദേഹം കോളേജിൽ പോകേണ്ട പ്രായമായി. അദ്ദേഹം കോളേജിൽ പോകേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ആൾ ആലോചിച്ചു. അദ്ദേഹത്തിന് അതിനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ തന്റെ കുടുംബത്തിന്റെ അവസ്ഥയും തന്റെ പിതാവിന്റെ സ്വഭാവമൊക്കെ മനസ്സിലാക്കിയ ജോൺ ഡി റോക്ക്ഫെല്ലർ കോളേജിൽ പോവുക എന്നുള്ള കാര്യം തനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. തനിക്ക് ഇനി ശ്രമകരമായിട്ടുള്ള കാര്യം ഒരു ജോലി കണ്ടുപിടിക്കുക, തന്റെ കുടുംബത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം അടുത്തുള്ള വലിയ വലിയ ബാങ്കുകളുടെയും വലിയ ഇൻഡസ്ട്രികളുടെയും വലിയ ധനികരായ മനുഷ്യരുടെയും എല്ലാം കോണ്ടാക്ട്സ് എടുത്തു അദ്ദേഹം. അതിനുശേഷം അവരൊക്കെ പോയി കണ്ട് അദ്ദേഹം തനിക്കുള്ള കഴിവുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് തനിക്കൊരു ജോലി തരണം എന്ന് അപേക്ഷിച്ചു. ഇതിനൊക്കെ അദ്ദേഹത്തിന് പുച്ഛവും അവഗണനയും മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അവരുടെ ചോദ്യം ഇതായിരുന്നു, നിനക്കത് 16 വയസ്സേ ആയിട്ടുള്ളൂ, ഒരു കമ്പനിയുടെ ഭാരം ചുമക്കാൻ നിനക്ക് എങ്ങനെയാണ് പറ്റുക? നിന്നെ എങ്ങനെയാണ് ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിക്കാൻ പറ്റുക? നിനക്ക് അതിനുള്ള കഴിവുണ്ടോ? നിനക്ക് അതിനുള്ള മെച്ചൂരിറ്റി ഉണ്ടോ എന്നായിരുന്നു അവരുടെ ചോദ്യം. എന്നാൽ ഏകദേശം 6 ആഴ്ചത്തെ പരിശ്രമത്തിനൊടുവിൽ അദ്ദേഹത്തിന് ഒരു ജോലി കിട്ടി. ഈ കമ്പനിയുടെ മുതലാളി ജോൺ ഡി റോക്ക്ഫെല്ലറിനെ 2 വർഷം ഒരു ജോലി കൊടുത്തു. ശമ്പളമൊന്നും പറഞ്ഞില്ലെങ്കിലും ജോൺ ഡി റോക്ക്ഫെല്ലറിന് ജോലി കിട്ടിയല്ലോ എന്നൊരു സന്തോഷം വന്നു. ഈ ദിവസം കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു സെപ്റ്റംബർ 26-ാം തീയതിയായിരുന്നു. തന്റെ ജീവിതത്തിൽ ഉടനീളം അദ്ദേഹം ഈ സെപ്റ്റംബർ 26-ാം തീയതി ജോബ് ഡേ എന്ന് പറഞ്ഞ് ആഘോഷിച്ചുകൊണ്ടിരുന്നു. ജോൺ ഡി റോക്ക്ഫെല്ലർ തന്റെ ജീവിതത്തിൽ അവധി എടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ സെപ്റ്റംബർ 26-ാം തീയതിയായിരുന്നു. ആ ഒരു കമ്പനിനെ വെച്ച് നോക്കുമ്പോൾ ജോൺ ഡി റോക്ക്ഫെല്ലറിന് കിട്ടിയത് ഒരു ചെറിയ ജോലിയാണ്, ഒരു ക്ലറിക്കൽ പോസ്റ്റ്. എന്നിട്ട് കൂടി ജോൺ ഡി റോക്ക്ഫെല്ലർക്ക് ആ കമ്പനിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഭയങ്കരമായിട്ട് കൂടി. അങ്ങനെ അദ്ദേഹം ഈ കമ്പനി എങ്ങനെയാണ് പ്രവർത്തിക്കുന്ന കാര്യം എല്ലാം നിസ്സാര സമയത്ത് തന്നെ അദ്ദേഹം മനസ്സിലാക്കിയെടുത്തു. എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കമ്പനിക്ക് ഫണ്ടിങ് കിട്ടുന്നത്, എങ്ങനെയാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടത്, ഓവർ ഡ്രാഫ്റ്റ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിസ്സാര സമയം കൊണ്ട് തന്നെ നമ്മുടെ ജോൺ ഡി റോക്ക്ഫെല്ലർ മനസ്സിലാക്കി. ഇതിനുശേഷം അദ്ദേഹം തന്റെ സാലറിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു. തനിക്ക് ഇപ്പൊ കിട്ടുന്ന $50. $50 കൊണ്ട് തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം പിന്നെയും കുറച്ച് സൈഡ് ബിസിനസ്സിലേക്ക് ഇറങ്ങി. എനിക്കൊരു ജോലി കിട്ടിയെങ്കിലും ആ ജോലിയിൽ ഉറച്ചു നിൽക്കാനോ ആ ജോലിയിൽ തന്നെ തൃപ്തിപ്പെടാനോ ജോൺ ഡി റോക്ക്ഫെല്ലർ ഒരിക്കലും ഒരുക്കമായിരുന്നില്ല. അദ്ദേഹം ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. ജോൺ ഡി റോക്ക്ഫെല്ലറുടെ മുതലാളി അദ്ദേഹത്തിന്റെ സേഫ് ഒരു $4000 രൂപയുടെ ചെക്ക് വെച്ച് കൂട്ടി. അത് നമ്മുടെ റോക്ക്ഫെല്ലർ കണ്ടു. അദ്ദേഹത്തിന് ആ സേഫിന്റെ കോമ്പിനേഷൻ ഒക്കെ അറിയായിരുന്നു. അദ്ദേഹം ആ സേഫ് തുറന്ന് ആ ചെക്ക് തന്റെ കയ്യിലെടുത്തു. ആ ചെക്ക് തന്റെ കയ്യിലെടുത്തപ്പോൾ $4000 രൂപയുടെ ചെക്ക്. അന്ന് വെച്ച് $4000 എന്ന് പറയുമ്പോൾ ഒരു വലിയ തുകയാണെന്ന് അദ്ദേഹം ചിന്തിച്ചു. തന്റെ മനസ്സിൽ താനും ഇതിനേക്കാൾ കൂടുതൽ പൈസ ഉണ്ടാക്കും, താനും തന്റെ മുതലാളിയെ പോലെ ഒരു ധനികനായി മാറും എന്നൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ആലടിച്ചുകൊണ്ടിരുന്നു. ജോൺ ഡി റോക്ക്ഫെല്ലർ തന്റെ ചെറുപ്പം തൊട്ട് തന്റെ അവസാനം വരെ ഒരു മുദ്ര പോലെ അല്ലെങ്കിൽ ഒരു മന്ത്രം പോലെ ഉരുവിട്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഐ ആം ബൗണ്ട് ടു ബി റിച്ച് എന്ന്. താൻ ജീവിക്കുന്നത് തന്നെ റിച്ച് ആവാൻ വേണ്ടിയിട്ടാണ്. താൻ എന്തായാലും ഒരു പൈസക്കാരനാവും, താൻ എന്തായാലും ഒരു ധനികനാവും. ഇത് ജോൺ ഡി റോക്ക്ഫെല്ലറിന് ഉറപ്പായിരുന്നു. ഈ ഉറപ്പ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പിന്നെ ഉണ്ടായ കാര്യങ്ങൾ. അദ്ദേഹം അങ്ങനെ ഉരുവിടുമായിരുന്നു ഐ ആം ബൗണ്ട് ടു ബി റിച്ച്, ഐ ആം ബൗണ്ട് ടു ബി റിച്ച് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ പ്രതികൂലമായും അനുകൂലമായും അദ്ദേഹത്തിന്റെ ജീവിതത്തെ അത് ബാധിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. പിന്നെ അദ്ദേഹത്തിന് ആദ്യമായി കിട്ടിയ ശമ്പളത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആദ്യം കിട്ടിയത് വെറും $50 രൂപയായിരുന്നു. അദ്ദേഹത്തിന് ആദ്യം കിട്ടിയ പൈസ $50. അത് ഒരു താരതമ്യം നോക്കുമ്പോൾ കുറവാണെങ്കിലും അദ്ദേഹത്തിന്റെ കഴിവ് മനസ്സിലാക്കിയ മുതലാളി അത് പിന്നെ $300 വരെയാക്കി ഉയർത്തി കൊടുത്തു. അദ്ദേഹം ഏകദേശം ഒരു 2 കൊല്ലമാണ് ആ കമ്പനിയിൽ ജോലി ചെയ്തത്.
2 കൊല്ലം ആ കമ്പനിയിൽ ജോലി ചെയ്തപ്പോഴേക്കും അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മൊത്തം അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ഒരു കമ്പനി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഒരു കമ്പനി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് ഫണ്ടിങ് കിട്ടുക, ഈ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഒരു അഗ്രകണ്ണിനായിരുന്നു. അതിനുശേഷമാണ് അമേരിക്കയിലൊക്കെ റിസഷൻ വരുന്നത്. റിസഷൻ എന്ന് പറയുമ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ് താരതമ്യേന കുറഞ്ഞു വരികയാണ്. ജോൺ ഡി റോക്ക്ഫെല്ലറിന് മനസ്സിലായി ഈ കമ്പനി അധികം നാൾ ഓടില്ല, താൻ വേറൊരു ജോലി കണ്ടുപിടിക്കേണ്ട ആവശ്യം വന്നു എന്ന്. എന്നാൽ ജോൺ ഡി റോക്ക്ഫെല്ലർ അങ്ങനെയല്ല ശരിക്കും ചിന്തിച്ചത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. തനിക്കൊരു കമ്പനിയെ കുറിച്ച് എല്ലാം അറിയാം, തനിക്കൊരു കമ്പനി സ്വന്തമായി റൺ ചെയ്യാനുള്ള കഴിവുമുണ്ട്. ഇനി ഞാൻ എന്തിനാണ് ഈ കമ്പനി നിൽക്കുന്നത്? ഇപ്പോൾ ഒരു റിസഷൻ എന്ന് പറയുന്നത് എനിക്കുള്ളൊരു അവസരമാണ്, എനിക്കുള്ളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അവസരം. അങ്ങനെ ആ കമ്പനി പൂട്ടിയപ്പോൾ തന്നെ ജോൺ ഡി റോക്ക്ഫെല്ലർ അടുത്ത ചൂടിലേക്കുള്ള കല്ലുകൾ പാകി. തന്റെ 28-കാരനായ സുഹൃത്ത് മൗറി ക്ലർക്കിന്റെ കൂടെ ക്ലർക്ക് ആൻഡ് റോക്ക്ഫെല്ലർ എന്നൊരു കമ്പനി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. ഈ കമ്പനി എന്താണ് ചെയ്തിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഡ്രോപ്പ് ഷിപ്പിംഗ് പോലെ റീസെല്ലിങ്ങിന്റെ പരിപാടിയായിരുന്നു. അദ്ദേഹം മീറ്റുകളും മുട്ടയും അതേപോലെ തന്നെ പലചരക്ക് സാധനങ്ങളും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വില കുറഞ്ഞ് അദ്ദേഹം എടുക്കും. അത് കഴിഞ്ഞിട്ട് അത് റീസെല് ചെയ്യും ഒരു പ്രോഫിറ്റിന് വേണ്ടിയിട്ട്. തുടക്ക സമയത്ത് ഇത് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും, തുടക്ക സമയത്ത് ഇത് അദ്ദേഹം ഒരു സെയിൽസ്മാൻ ആവാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും കാലക്രമേണ ഒരു 1-2 മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ റോക്ക്ഫെല്ലർ ഒരു മികച്ച സെയിൽസ്മാനായി മാറി. തുടക്ക സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ജോൺ ഡി റോക്ക്ഫെല്ലർ ഫേസ് ചെയ്തെങ്കിലും അവരുടെ ബിസിനസ് പതിയെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ മെയിൻ ആയിട്ടൊരു പ്രോബ്ലം അവർ ഫേസ് ചെയ്തത് തന്റെ ബിസിനസ് അവർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, കൂടുതലായിട്ട് അങ്ങോട്ട് വിപുലീകരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവരൊരു മാസ്റ്റർ പ്ലാൻ ഇതിനു വേണ്ടി തയ്യാറാക്കി. ഒരു ആൾക്കാരോടൊക്കെ പറഞ്ഞു, നമ്മളൊരു $10,000 ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാം, നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാ, അല്ലെങ്കിൽ പുറത്തെ ഐഡിയാസ് ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ ആൾക്കാരെന്താ സഡൻലി ചിന്തിക്കുക, $10,000 ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാം. അപ്പൊ ഇവർക്ക് നല്ല ക്യാഷ് ഫ്ലോ ഒക്കെ ബിസിനസ്സിന് കിട്ടുന്നുണ്ടാവും, പ്രോഫിറ്റ് ഒക്കെ നല്ല രീതിയിലുള്ള കമ്പനി ഉണ്ടാവും. ആ ഒരു ചിന്ത ആൾക്കാരുടെ ഉള്ളിലൊക്കെ ഇവരങ്ങോട്ട് നിറച്ചു. അത് കഴിഞ്ഞ ശേഷം ഒരു ബാങ്കിൽ പോയിട്ട് ഒരു $5,000 കടം വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടു. അപ്പോൾ ബാങ്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഒക്കെ നടത്തി കുറച്ച് ആൾക്കാരോടൊക്കെ അന്വേഷിച്ചു. ഓരൊക്കെ പറഞ്ഞു ഇവിടെ ബിസിനസ്സിന് നല്ല പൈസ കിട്ടുന്നുണ്ട്, നല്ല ക്യാഷ് ഫ്ലോ ഉള്ള കമ്പനിയാണ്. അത് കേട്ടിട്ട് നമ്മുടെ ബാങ്ക് ഇവർക്കൊരു $5,000 ലോൺ കൊടുത്തു. ഇത് മൊത്തം ഇവരുടെ ഒരു മാസ്റ്റർ മൈൻഡ് ആയിരുന്നു, ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നുണ്ട്. ഇവര് ക്രിയേറ്റ് ചെയ്ത സ്മോക്കില് ബാങ്കും അതേപോലെ തന്നെ അവിടുത്തെ നാട്ടുകാരും ഒക്കെ അങ്ങോട്ട് വീണു. അപ്പൊ ഇവർക്ക് ₹1 പോലും ചെലവില്ലാണ്ട് $5,000 ഇവര് റേസ് ചെയ്തു. ഇങ്ങനെയാണ് മിക്ക ബിസിനസ്സുകാരും തുടങ്ങുന്നത്. ഇതിനാണ് നമ്മൾ പറയുന്നത് ബിസിനസ് മൈൻഡ്. ഇവർക്ക് ബാങ്കിൽ നിന്ന് കിട്ടിയ $5,000 കൊണ്ട് ഇവരുടെ ബിസിനസ് ഒക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. ആ ടൈമിൽ തന്നെയാണ് അമേരിക്കയിൽ ഒരു വാറ്, ഒരു പാർട്ടികൾ തമ്മിലുള്ള വാറും ഒരു ഉൾച്ചേരി തർക്കവും ഒക്കെ ഉണ്ടാകുന്നത്. ആ ടൈമില് ഇവരത് നന്നായിട്ട് മുതലെടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമില് ദിവസം ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വിലയൊക്കെ അങ്ങോട്ട് കൂടി ഏകദേശം ഒന്ന് ഇരട്ടിയായി. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രൊഡക്റ്റ് ഒക്കെ ഏകദേശം ഇരട്ടി വിലയ്ക്ക് വിൽക്കാൻ തുടങ്ങി. ഇവർ അതിന് നല്ല രീതിയിൽ നമ്മൾ മുതലെടുത്ത് ഇവർ ഏകദേശം ഒരു $17,000 1862 തന്നെ ഇവർ സമ്പാദിച്ചു. $17,000 എന്ന് പറയുമ്പോൾ ഇന്നത്തെ നോക്കുമ്പോൾ ഏകദേശം ഒരു $5 ലക്ഷം. ഏകദേശം $5 ലക്ഷം ഇവർ ആ സമയത്ത് സമ്പാദിച്ചത്. ഇത് വലിയ പൈസയാണ് കേട്ടോ. ഇനി നമുക്കൊരു കോമൺ ആയിട്ടൊരു കാര്യം പറയാം. ഈ അമേരിക്കയില് ഈ 1850 ആ ടൈമിലൊക്കെ ഒരു വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നത് ഇവര് വെയിൽസിന്റെ കൊഴുപ്പ് ഉരുക്കി ആ കൊഴുപ്പ് എണ്ണയാക്കിയിട്ടാണ് ഇവര് വിളക്കൊക്കെ കത്തിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. പക്ഷേ ആ ടൈം ആയപ്പോഴേക്കും ഇതിനുള്ള വെയിൽസിന് ഒരു എക്സ്റ്റൻഷൻ ആയിട്ടുകൊണ്ടിരുന്നു. അതേപോലെ തന്നെ ഇതിന്റെ പൈസ ഇതിങ്ങനെ ചെയ്യാനുള്ള ഈ പ്രോസസ്, വെയിൽസിനെ ഹണ്ട് ചെയ്യാനുള്ള പ്രോസസ്സിനുള്ള ചെലവുകളും കൂടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആ ഒരു സപ്ലൈ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ആ ടൈമിലാണ് ഏകദേശം ഒരു 1859 അമേരിക്കയിൽ ക്രൂഡ് ഓയിൽ കണ്ടുപിടിക്കുന്നത്. എന്ന് വെച്ചാൽ ക്രൂഡ് ഓയിലിന്റെ ഒരു സ്റ്റാർട്ടിങ്, ഒരു ബിഗിനിങ് ആ ടൈമിലായിരുന്നു. അപ്പോൾ ആ ടൈമില് ഈ എണ്ണ, ഇപ്പൊ ഈ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയ്ക്ക് പകരം ക്രൂഡ് ഓയിൽ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കാം, അത് ഒരു ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ ഇതിന്റെ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ, ഇതിന്റെ ആ ബൂമിങ് സ്റ്റേജിൽ തന്നെ കുറെ ആൾക്കാർ മില്യനേഴ്സ് ആയി, കുറെ ആൾക്കാർ കുറെ പൈസ ഉണ്ടാക്കി. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജോൺ ഡി റോക്ക്ഫെല്ലർ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അപ്പൊ ആ സമയത്താണ് നമ്മുടെ ജോൺ ഡി റോക്ക്ഫെല്ലർ സാമുവൽ ആൻഡ്രൂസ് എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ബിസിനസ് പ്രപ്പോസൽ ഉണ്ടായിരുന്നു. നമുക്ക് എങ്ങനെ ഈ ഓയിൽ വിറ്റ് പണക്കാരാവാം, അത് തന്നെ സാധാരണ രീതിയിൽ പറയുന്ന കാര്യം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ പക്ഷെ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ. അദ്ദേഹം പറഞ്ഞു, സാധാരണ ആൾക്കാരൊക്കെ വിൽക്കുന്നത് ഇവിടെ ക്രൂഡ് ഓയിലാണ്, എനിക്കൊരു ക്രൂഡ് ഓയിലിൽ നിന്ന് ഒരു സുപ്പീരിയർ ആയിട്ടൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എനിക്കറിയാം, അത് നമുക്ക് വിൽക്കാം.
അത് മാർക്കറ്റിൽ ഭയങ്കര ട്രെൻഡിങ് ആവും എന്നൊക്കെയാണ് നമ്മുടെ സാമുവൽ ആൻഡ്രൂസ് ജോൺ ഡി റോക്കഫെല്ലർ പറഞ്ഞത്. അത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്രൂഡ് ഓയിൽ കുറച്ച് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ ക്രൂഡ് ഓയിൽ കുറച്ചും കൂടി ഒന്ന് ക്ലിയറർ ആവും. അത് കെറോസിനായിട്ട് മാറും. കെറോസിൻ ഒരു സുപ്പീരിയർ പ്രൊഡക്റ്റ് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കെറോസിൻ 10 മിനിറ്റ് കത്തുകയാണെങ്കിൽ നമ്മുടെ ക്രൂഡ് ഓയിൽ കത്താൻ പോണത് 5 മിനിറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ കെറോസിനിൽ കിട്ടുന്ന ആ ഒരു ഹീറ്റ് ഉണ്ടല്ലോ, അത് ക്രൂഡ് ഓയിലിൽ കിട്ടില്ല. അതൊരു സുപ്പീരിയർ ആയിട്ടൊരു പ്രൊഡക്റ്റ് നമുക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റും. ഈ കാര്യമാകെ കുറച്ച് പേർക്ക് അറിയുള്ളായിരുന്നു നമ്മുടെ ഈ ടൈമില്. പക്ഷെ അതിലൊരാള് നമ്മുടെ സാമുവൽ ആൻഡ്രൂസ് തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ സാമുവൽ ആൻഡ്രൂസിന് ജോൺ ഡി റോക്കഫെല്ലർ ഏകദേശം ഒരു $4,000 ലോൺ കൊടുക്കുക. എന്നിട്ട് ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ലോൺ കൊടുത്തിട്ട് ഇപ്പൊ നമ്മുടെ 2 ബിസിനസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഒരു സൈഡ് ഹസിൽ പോലെ തുടങ്ങിയ നമ്മുടെ ഓയിൽ റിഫൈൻമെന്റ് ആ ഒരു പരിപാടി നമ്മുടെ ക്ലർക്ക് ആൻഡ് റോക്കഫെല്ലർ എന്ന മേജർ ബിസിനസിനേക്കാളും കൂടുതലായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇത് നമ്മുടെ റോക്കഫെല്ലറിനും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ട്ണറിനും ഒരു വലിയൊരു ചലനം, അദ്ദേഹത്തിന്റെ ഒരു ചിന്തയിൽ ഒരു വലിയൊരു മാറ്റം സൃഷ്ടിച്ചു. നമുക്ക് ഓയിൽ ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ഇനി കൂടുതലായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ കിട്ടുന്നത് അക്കാപ്പിച്ച് വെച്ച് ഇരിക്കേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ചിന്ത അവരിലേക്ക് വന്നു. അപ്പോൾ അതിനുശേഷം അവരൊരു തീരുമാനം എടുത്തു, നമുക്ക് നമ്മുടെ ക്ലർക്ക് ആൻഡ് റോക്കഫെല്ലർ എന്ന് പറയുന്ന കമ്പനി നമുക്കിപ്പോ സ്റ്റോപ്പ് ചെയ്യാം, നമുക്ക് ഓയിൽ ഇൻഡസ്ട്രിയിലേക്ക് കടക്കാം, നമുക്ക് ഓയിൽ മാൻ ആവാം എന്നൊരു തീരുമാനമാണ് അവർ എടുത്തത്. അവർ ഓയിൽ ഇൻഡസ്ട്രിയിലേക്ക് അങ്ങനെ കാലെടുത്ത് വെച്ചു. അവർ കാലെടുത്ത് വെച്ചതിന് ശേഷം അവർക്ക് നല്ല കാര്യങ്ങളല്ല ഉണ്ടായത്. ഓയിലൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ആ ടൈമില്. ഓയിൽ എന്ന് പറയുന്ന ഭയങ്കര അൺസ്റ്റേബിൾ ആയിട്ടൊരു പ്രൊഡക്റ്റ് ആണ്. കാരണം ഓയിൽ എന്ന് US-ന്റെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു ഓയിൽ കണ്ടുപിടിക്കുമ്പോൾ അവിടെ കുറെ ആൾക്കാർ മൈനസ് വരും, ഓയിൽ മൊത്തം ഊറ്റിയെടുക്കും, അതിനുശേഷം അവരവിടെ അപ്രത്യക്ഷമാകും. അപ്പോ ഓയില് ചില സമയത്ത് ഭയങ്കര സപ്ലൈ ഉണ്ടാവും. ഓയിൽ മൈൻ വറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സപ്ലൈ കുറയും. അപ്പൊ അതേപോലെ തന്നെ സപ്ലൈയും ഡിമാൻഡും മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രൈസിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. ചില സമയത്ത് $14 വിൽക്കുന്ന ഒരു ബാരല് 10 സെന്റിനൊക്കെ വിൽക്കേണ്ട അവസ്ഥ വരും. അപ്പൊ ഇത് ഭയങ്കര ഒരു പ്രഷറാണ് നമ്മുടെ ജോൺ ഡി റോക്കഫെല്ലറിനും അദ്ദേഹത്തിന്റെ പാർട്ണറിനും കൊടുത്തുകൊണ്ടിരുന്നത്. ഈ ഒരു പ്രഷർ നമ്മുടെ മൗറി ക്ലാർക്കിനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ബാധിച്ചു. അയാൾക്ക് ഈ പ്രഷറിൽ എനിക്ക് ഇനി ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഇയാള് നമ്മുടെ റോക്കഫെല്ലറോട് പറഞ്ഞു, അളിയ ഈ പരിപാടി ഞാൻ നിർത്തി, ഞാനിതിൽ നിന്ന് പോവാണ്, നിനക്ക് എന്റെ ഷെയർ വാങ്ങിക്കാൻ പറ്റും. ജോൺ ഡി റോക്കഫെല്ലറും ആകെ വിറച്ചു നിൽക്കുക നമ്മുടെ ഓയിൽ ഇൻഡസ്ട്രിയുടെ തനി സ്വരൂപം കണ്ടിട്ട്. അപ്പൊ പക്ഷെ ജോൺ ഡി റോക്കഫെല്ലർ ഉള്ളിലെ മനസ്സിലുണ്ടായിരുന്നു, എന്നെ കൊണ്ടൊന്നും പറ്റും, ഞാനൊരു വലിയ ആളാണ്, ഇതിൽ നിന്നാൽ മാത്രമേ എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം ഓയിലിനെ അങ്ങോട്ട് കണ്ണടച്ചങ്ങോട്ട് വിശ്വസിച്ചു. ബ്ലാക്ക് ഗോൾഡിനെ, ഓയിൽ എന്ന് പറയുന്ന ബ്ലാക്ക് ഗോൾഡിനെ അദ്ദേഹം അങ്ങോട്ട് വിശ്വസിച്ചു. അദ്ദേഹം പറഞ്ഞു, അളിയ ഞാനെടുത്തോളാം. അങ്ങനെ ഏകദേശം $72,500 ജോൺ ഡി റോക്കഫെല്ലർ മൗറി ക്ലർക്കിന്റെ ഷെയർ മൊത്തം അങ്ങോട്ട് വാങ്ങിച്ചു. അത് ഇന്നത്തെ പൈസ വെച്ച് നോക്കുമ്പോൾ ഏകദേശം $1.5 മില്യൺ മുകളിൽ വരും. ഏകദേശം $1.5 മില്യൺ മുകളിൽ. അപ്പോ മൗറി ക്ലർക്ക് ഏകദേശം 1862 അദ്ദേഹം ഈ ഷെയർ മൊത്തം വിറ്റത്. അത് കഴിഞ്ഞ് 1862 അല്ല, 65 ഈ ഷെയർ വിറ്റത്. ഇത് കഴിഞ്ഞ് ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ജോൺ ഡി റോക്കഫെല്ലറിന് ഒരു ലോട്ടറി അടിച്ചു. ലോട്ടറി എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ ആയിട്ടൊരു ലോട്ടറി ഒന്നും അല്ല, ഇതൊരു എന്താ പറയാ, നമ്മുടെ ഓയിൽ ഇൻഡസ്ട്രി വെച്ച് നോക്കുമ്പോൾ ഒരു ലോട്ടറി. ഏകദേശം ഒരു വലിയൊരു ഫീൽഡില് ഒരു ഓയിൽ മൈൻ അവർ കണ്ടുപിടിക്കുകയുണ്ടായി. ആ ഓയിൽ മൈൻ കണ്ടുപിടിച്ചപ്പോൾ ജോൺ ഡി റോക്കഫെല്ലറിന് സമാധാനമായി. എന്നാൽ ഇനി കുറച്ചു നാളത്തേക്ക് ഒരു സ്റ്റഡി സപ്ലൈ ഓഫ് ഓയിൽ, ക്രൂഡ് ഓയിൽ അവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രൈസിന് വലിയ ചലനം ഉണ്ടാകില്ല. സപ്ലൈക്ക് വലിയ കുഴപ്പമില്ലാണ്ട് വരുമ്പോൾ അദ്ദേഹത്തിന് അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കും എന്ന് അവർക്ക് മനസ്സിലായി. അത് ജോൺ ഡി റോക്കഫെല്ലറിന് ഒരു കൂടുതലായിട്ടൊരു കോൺഫിഡൻസ് അദ്ദേഹത്തിന് കിട്ടി. ഇന്ന് നമ്മുടെ ജോൺ ഡി റോക്കഫെല്ലറുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് നോക്കുമ്പോൾ 1864 അദ്ദേഹം ഒരു വിവാഹമൊക്കെ കഴിച്ചു. അദ്ദേഹത്തിനെ പോലെ തന്നെ ഒരു ക്രിസ്ത്യൻ യുവതിനെ അദ്ദേഹം കല്യാണം കഴിച്ചു. അദ്ദേഹം ആ ടൈമിൽ ഒരു മൾട്ടി മില്യണറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് പറയുന്ന പോലെ ഒരു മൾട്ടി മില്യണറൊക്കെ ആയിരുന്നു നമ്മുടെ ജോൺ ഡി റോക്കഫെല്ലർ. എന്നാലും അദ്ദേഹം ഒരു മോഡസ്റ്റ് ആയിട്ട് ലിവിംഗ് ആണ് കൂടുതലായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചത്. ഒരു ചെറിയ വീട്, അദ്ദേഹത്തിന്റെ ഓയിൽ റിഫൈനറി അദ്ദേഹത്തെ പെൻസിൽവേനിയക്ക് അടുത്ത് തന്നെ അദ്ദേഹം വാങ്ങിക്കുകയും അവിടെ അവർ ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം നമ്മുടെ ഓയിൽ കമ്പനി ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ റീബ്രാൻഡ് ചെയ്തു. അദ്ദേഹം നമ്മുടെ 1865 നമ്മുടെ മൗറി ക്ലർക്ക് പോയ ശേഷം അദ്ദേഹം നമ്മൾ റീബ്രാൻഡ് ചെയ്തു. അങ്ങനെയാണ് $1 ട്രില്യൺ മാർക്കറ്റ് വാല്യൂ ഉള്ള സ്റ്റാൻഡേർഡ് ഓയിൽ എന്ന് പറയുന്ന ഒരു ജയന്റിന് അദ്ദേഹം തുടക്കം കുറിച്ചത്. തുടക്ക സമയത്ത് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്
അദ്ദേഹം ഓയില് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് അത് പാക്ക് ചെയ്ത് അദ്ദേഹം നേരെ യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യായിരുന്നു. അദ്ദേഹം എക്സ്പോർട്ടിംഗ് ആയിരുന്നു മെയിനായിട്ട് തുടക്കകാലത്ത് സ്റ്റാൻഡേർഡ് ഓയിലിന് തുടക്കകാലത്ത് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ മൗറി ക്ലർക്ക് പോയതിനു ശേഷം ജോൺ ഡി റോക്ക്ഫെല്ലർ തോന്നുന്നു തനിക്ക് ഒറ്റയ്ക്ക് ഈ ബിസിനസ് ഒന്നും അങ്ങോട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല, തനിക്കൊരു പാർട്ണറിനെ കൂടി വേണം. അപ്പോ ഒരു പുതിയ പാർട്ണർ അയാളുടെ അടുത്തേക്ക് വന്നു. അയാളുടെ പേരായിരുന്നു ഹെൻറി ഫ്ലാഗർ. ഹെൻറി ഫ്ലാഗർ എന്ന് പറയുമ്പോൾ നമ്മുടെ ജോൺ ഡി റോക്ക്ഫെല്ലർ ഒരു ട്വിൻ ബ്രദർ എന്നൊക്കെ പറയണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അദ്ദേഹം ജോൺ ഡി റോക്ക്ഫെല്ലറും ഏകദേശം സെയിം ആയിരുന്നു. എന്തെങ്കിലും നമ്മുടെ ഹെൻറിക്ക് കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ ജോൺ ഡി റോക്ക്ഫെല്ലറിനേക്കാളും കൂടുതൽ അംബിഷ്യസ് ആയിട്ടുള്ള, കൂടുതൽ ഡിറ്റർമെന്റ് ആയിട്ടുള്ള, കൂടുതൽ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഹെൻറി ഫ്ലാഗർ. പക്ഷെ അവർ തമ്മിലൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൻറിയുടെ ഒരു തത്വം ഉണ്ടായിരുന്നു. നമുക്ക് വിജയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ, നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ ഡോമിനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ നമ്മൾ ക്രഷ് ചെയ്യണം. തുടക്ക സമയത്തൊന്നും നമ്മുടെ റോക്ക്ഫെല്ലർ അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ ഹെൻറി ഫ്ലാഗറുടെ ഈ കാര്യം ഒരു യഥാർത്ഥമാണ് എന്ന് പയ്യെ നമ്മുടെ ജോൺ ഡി റോക്ക്ഫെല്ലർ മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ ബിസിനസ് തന്ത്രങ്ങളിലേക്ക് അത് ഉൾപ്പെടുത്തുകയും ചെയ്തു. അവിടെ കൂടുതലായിട്ട് കോമ്പറ്റീറ്റേഴ്സ് വരാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മുടെ ജോൺ ഡി റോക്ക്ഫെല്ലറുടെ പ്രോഫിറ്റ് അങ്ങോട്ട് കുറയാൻ തുടങ്ങി, അവിടെ മിനിമൈസ് ആവാൻ തുടങ്ങി. ആ ടൈമിൽ തന്നെയാണ് നമ്മുടെ ആ ഒരു റീജിയൻ, ക്ലീവ്ലാൻഡ് റീജിയനിൽ മെയിൻ ആയിട്ട് 3 റെയിൽ റോഡ്സ് ആണുള്ളത്. റെയിൽ റോഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ റെയിൽവേ സിസ്റ്റം പോലെ തന്നെ അവിടെ അത് പബ്ലിക് അല്ല, അവിടെ പ്രൈവറ്റ് ആയിട്ട് കുറച്ച് ഓർഗനൈസേഷൻസ് ആണ് അത് റൺ ചെയ്യുന്നത്. അതിൽ 3 ആൾക്കാരാണ് അവിടെ ഉള്ളത്. ന്യൂയോർക്ക് സെൻട്രൽ, പെൻസിൽവേനിയ റെയിൽ റോഡ്സ്, പിന്നെ ഐറി. അപ്പൊ ഇതിലേറ്റവും മേജർ ഒരു ഭീമൻ ജൈന്റ് എന്ന് പറയുന്നത് പെൻസിൽവേനിയ റെയിൽ റോഡ്സ് ആയിരുന്നു. പെൻസിൽവേനിയ റെയിൽ റോഡ്സിന് ക്ലീവ്ലാൻഡിൽ നിന്ന് പെൻസിൽവേനിയക്ക് പോണേക്കാളും അവർക്ക് കുറച്ചും കൂടി പ്രോഫിറ്റബിൾ നേരിട്ട് പെൻസിൽവേനിയക്ക് പോകുന്നതായിരുന്നു. അപ്പോൾ അവിടുത്തെ ആ ഒരു റെയിൽ റോഡ്സിന്റെ കണക്ഷൻ ഉണ്ടല്ലോ, അത് അവരെ സ്റ്റോപ്പ് ചെയ്തു. അവർ ആ റൂട്ട് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു. അവർ നേരിട്ട് പെൻസിൽവേനിയക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ പെൻസിൽവേനിയ ആണ് അവിടുത്തെ മേജർ ആയിട്ടുള്ള ഒരു കോമ്പറ്റീറ്റർ. എന്ന് വെച്ചാൽ മേജർ ആയിട്ടുള്ള റെയിൽ റോഡ് ഉള്ളത് കൊണ്ട് ഇവിടെ നമ്മുടെ ക്ലീവ്ലാൻഡിലുള്ള മൈനേഴ്സ് മൊത്തം ഒന്ന് പേടിച്ചു. പക്ഷെ അവർക്ക് പിന്നെ എങ്ങനെയെങ്കിലും ഷിപ്മെന്റ് ചെയ്യാൻ പറ്റില്ല. പെൻസിൽവേനിയ റെയിൽ റോഡ്സ് ഇവിടെ സർവീസ് ചെയ്യുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെയാ മൈൻഡ് ചെയ്തെടുത്ത ഓയില് ഇവർക്ക് പെൻസിൽവേനിയക്ക് എത്തിക്കാൻ പറ്റുക. അവർ അങ്ങനെയാണ് ചിന്തിച്ചത്. അപ്പൊ എന്താ ചെയ്യാ, നമുക്ക് ഇവിടെ പോവാം, നമുക്ക് പെൻസിൽവേനിയ റെയിൽ റോഡ്സ് ഉള്ള സ്ഥലത്തേക്ക് പോവാം എന്ന് അവർ ചിന്തിച്ചു. അങ്ങനെ കുറെ മൈനേഴ്സും ഒക്കെ അവിടെ പോകാൻ തുടങ്ങി. മിക്ക അവിടുത്തെ മൈനേഴ്സും പോയി. അപ്പൊ ഇവിടെ 2 ആൾക്കാരെ പിന്നെയുണ്ടല്ലോ ഇവിടെ, എയറിയും ന്യൂയോർക്ക് സെൻട്രലും. അപ്പൊ എയറിയും ന്യൂയോർക്ക് സെൻട്രലും ഇവരൊന്നും പോകാൻ പറ്റില്ല. കാരണം അവിടെ ഒരു ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ക്ലീവ്ലാൻഡിൽ ഇവിടെ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. അപ്പൊ ഇവരാകെ പെട്ടിരിക്കുക. നമ്മുടെ ജോൺ ഡി റോക്ക്ഫെല്ലറും ആകെ ഫസ്റ്റ് ഒന്ന് പേടിച്ചു. പക്ഷെ അദ്ദേഹം പിന്നെയാണ് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയത്. കാരണം ഇവിടെ ഇപ്പൊ കോമ്പറ്റീറ്റേഴ്സ് ആരും ഇല്ല ജോൺ ഡി റോക്ക്ഫെല്ലറിന് ക്ലീവ്ലാൻഡിൽ ആരും കോമ്പറ്റീറ്റേഴ്സ് ഇല്ല. കാരണം ഇവരൊക്കെ അങ്ങോട്ട് ഇവർ പോയി കഴിഞ്ഞല്ലോ. പിന്നെ എനിക്ക് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവുക, കോമ്പറ്റീറ്റേഴ്സ് ഇല്ല ഇവിടെ ആരും. അതേപോലെ തന്നെ ഇവർ രണ്ടുപേരുടെ പെട്ട് കിടക്കുക. അപ്പൊ ഇവരായിട്ട് ഞാനൊരു ഡീൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കോസ്റ്റിനേക്കാളും കുറച്ച് കോസ്റ്റിന് എനിക്ക് എന്റെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അവർക്ക് തോന്നുന്നു. ആള് നേരെ പോയിട്ട് നമ്മുടെ ന്യൂയോർക്ക് സെൻട്രലായിട്ട് ഒരു ഡീല് വെക്കുകയാണ്. ആ ഡീല് ഏകദേശം 75% പൈസയാണ് ജോൺ ഡി റോക്ക്ഫെല്ലർ ഒരു നമ്മുടെ ഓയിൽ കയറ്റുമതി ഷിപ്മെന്റ് ചെയ്യാൻ വേണ്ടി കുറയ്ക്കുന്നത്. വെച്ചാൽ ഇപ്പോ $1 കൊടുക്കുന്ന സ്ഥലത്ത് ജോൺ ഡി റോക്ക്ഫെല്ലർ കൊടുക്കാൻ പോകുന്ന ഏകദേശം 25 സെന്റ് മാത്രമാണ്. അതേപോലെ തന്നെ നമ്മുടെ എയറിയുടെ അടുത്ത് പോയിട്ട് ജോൺ ഡി റോക്ക്ഫെല്ലർ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ദിവസവും 60 ബാരൽ വെച്ച് തരാം. നിങ്ങളുടെ സാധാ റേറ്റ് ആയ $2.4 നിന്ന് $1.65 ആയിട്ട് എനിക്ക് തരണം. ഇവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഭയങ്കര കുറവാണ്. ഇവർക്ക് ആകെ ഒരു ചെറിയ പ്രോഫിറ്റ് ഇന്ന് കിട്ടുള്ളൂ. പക്ഷെ ഇതല്ലാണ്ട് അവിടെ മുന്നിൽ വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് ഇവരത് ആക്സെപ്റ്റ് ചെയ്തു. ഇവിടെ വേറൊരു കാര്യം കൂടി തുടങ്ങാൻ കിട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോൺ ഡി റോക്ക്ഫെല്ലറിന് ഇപ്പോൾ കോസ്റ്റ് കുറവാണ്. പ്രൊഡ്യൂസ് ചെയ്ത് ഷിപ്പ് ചെയ്യാനൊക്കെ ജോൺ ഡി റോക്ക്ഫെല്ലറിന് കോസ്റ്റ് കുറവാണ്. പക്ഷെ ബാക്കിയുള്ള കമ്പറ്റീറ്റേഴ്സിന് കോസ്റ്റ് കൂടുതലാണ്. അപ്പൊ ജോൺ ഡി റോക്ക്ഫെല്ലർ അവിടെ ഒരു പ്രൈസ് വാർ സ്റ്റാർട്ട് ചെയ്തു. പ്രൈസ് വാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺ ഡി റോക്ക്ഫെല്ലറുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ജോൺ ഡി റോക്ക്ഫെല്ലർ അങ്ങോട്ട് കുറച്ചു, ഭയങ്കരമായിട്ട് കുറച്ചു. അപ്പോ ജോൺ ഡി റോക്ക്ഫെല്ലർ കുറയ്ക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരും കുറയ്ക്കണല്ലോ. ഇല്ലെങ്കിൽ ജോൺ ഡി റോക്ക്ഫെല്ലർ സാധനമല്ലേ എല്ലാവരും വാങ്ങിക്കുള്ളൂ. അപ്പൊ ബാക്കിയുള്ളവരും കുറയ്ക്കാൻ തുടങ്ങി. ബാക്കിയുള്ളവർ കുറയ്ക്കുമ്പോൾ അവരുടെ കോസ്റ്റ് കൂടുതലാണ്, അവരുടെ പ്രൈസും കുറവാണ്. അപ്പൊ അവർക്ക് പ്രോഫിറ്റ് കിട്ടാണ്ടേ തുടങ്ങി. പ്രോഫിറ്റ് കിട്ടാണ്ടാവുമ്പോൾ അവരുടെ ബാങ്ക്രപ്റ്റ് ആവും. പക്ഷെ നമ്മുടെ ജോൺ ഡി റോക്ക്ഫെല്ലർ ബാങ്ക്രപ്റ്റ് ആവില്ല. കാരണം അദ്ദേഹത്തിന്റെ കോസ്റ്റ് ഭയങ്കര കുറവായിരുന്നു. അപ്പോ അവിടെ അതൊരു പ്രശ്നമായതുകൊണ്ട് തന്നെ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ അങ്ങോട്ട് ഒതുങ്ങാൻ തുടങ്ങി. ജോൺ ഡി റോക്ക്ഫെല്ലർ ഈ ഒറ്റ ഐഡിയ കൊണ്ട് കോമ്പറ്റീഷനെ മൊത്തം അങ്ങോട്ട് കൂട്ടിക്കെട്ടി. കുറെ ആൾക്കാർ ബാങ്ക്രപ്റ്റ് ആയി പോയി, കുറെ ആൾക്കാർ ബിസിനസ്സിൽ നിന്ന് ഔട്ടായി, കുറെ ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി. ഇതിൽ നിന്ന് ജോൺ ഡി റോക്ക്ഫെല്ലർ ഒരുപാട് പൈസ ഉണ്ടാക്കി. ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മുടെ ജോൺ ഡി റോക്ക്ഫെല്ലറുടെ സ്റ്റാൻഡേർഡ് ഓയിൽ ഇനിയൊരു $1 ബില്യൺ ഇനിയൊരു $1 ട്രില്യൺ കമ്പനിയെ വളരാൻ പോകുന്നത്. നമുക്ക് കേൾക്കാം, ഒരുമിച്ച് കേൾക്കാം അത്.